ഹായ് നമസ്കാരം. ഇവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC ബുള്ളറ്റിൽ വന്ന ഏകദേശം ഒരു 700 ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സെറ്റിൽ 7 സെറ്റാണ് ഉള്ളത്. ഒരു സെറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അങ്ങനെ 7 സെറ്റ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 100 ക്വസ്റ്റ്യൻ നോക്കും. അങ്ങനെ എല്ലാ ദിവസവും ഓരോ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അങ്ങനെ 700 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, 7 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം കേട്ടോ. ഇതിൽ ഒന്നാമത്തെ സെറ്റാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ ഡി ചെമ്പഴന്തിയാണ്. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആരാം? 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് ഓപ്ഷൻ ബി ആണ്, കെ കേളപ്പനാണ്. മൂന്നാമത്തെ ചോദ്യം: ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, കണ്ണമൂലയാണ്. ഓപ്ഷൻ ഡി കണ്ണമൂലയാണ്. നാലാമത്തെ ചോദ്യം: 1905 അധകൃത വിഭാഗത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അപ്പം ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വേറൊന്നും കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ 1905 അധകൃത വിഭാഗത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നത്. ആരാ സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളിയാണ്. അഞ്ചാമത്തെ ചോദ്യം: കേരളത്തില് ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ച മന്ത്രി ആരാണ്? കേരളത്തില് ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ച മന്ത്രി ആരാ? ഓപ്ഷൻ ഡി ആണ്, KR ഗൗരിയമ്മയാണ്. ആറാമത്തെ ചോദ്യം: സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ്, വൈകുണ്ഠ സ്വാമികളാണ്. ഏഴാമത്തെ ചോദ്യം: തമിഴ്നാട്ടിൽ നിന്ന് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ആരാണ്? തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാവ് ഓപ്ഷൻ ബി ആണ്, EV രാമസ്വാമി നായിക്കരാണ്. എട്ടാമത്തെ ചോദ്യം: വാഗ്ബടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നതിൽ വാഗ്ബടാനന്ദൻ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാ? ഓപ്ഷൻ എ ആണ്, ആത്മവിദ്യാസംഘം. ആരാ? വാഗ്ബടാനന്ദനാണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം: സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ വർഷം ഏതാണ്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയ വർഷം ഓപ്ഷൻ എ ആണ്, 2010. പത്താമത്തെ ചോദ്യം: സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളി അല്ലെ. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാ? അയ്യങ്കാളിയാണ്. വർഷം 1907. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാം? ഓപ്ഷൻ എ ആണ്, VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര? VT ഭട്ടതിരിപ്പാടാണ്. ഇനി കേരളീയ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാ? ശ്രീനാരായണ ഗുരുവാണ്. 13ാമത്തെ ചോദ്യം: കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ അല്ലെ. ആരാ? കെ കേളപ്പനാണ്. ഓപ്ഷൻ എ ആണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് നടന്നത്? ഓപ്ഷൻ ബി ആണ്, 1936. ഇനി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ സി ആണ്, ഡോക്ടർ പൽപു. 16 മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിക്കപ്പെട്ടത്? മലയാളി മെമ്മോറിയൽ ഏത് രാജാവിനാണ് സമർപ്പിച്ചത്? ഓപ്ഷൻ എ ആണ്, ശ്രീമൂലം തിരുനാളിനാണ്. 17ാമത്തെ ചോദ്യം: തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി ആരാണ്? തപാൽ സ്റ്റാമ്പിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട മലയാളി ഓപ്ഷൻ എ ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 18ാമത്തെ ചോദ്യം: 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്നത് കൃതിയുടെ കർത്താവ് ഓപ്ഷൻ എ ആണ്, EMS നമ്പൂതിരിപ്പാട്. 19ാമത്തെ ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായിക്കൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച വ്യക്തി ആരാ? ഓപ്ഷൻ എ ആണ്, മന്നത്ത് പത്മനാഭനാണ്. 20ാമത്തെ ചോദ്യം: ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ ആരാ? ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. 21ാമത്തെ ചോദ്യം: തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ആരാ? തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ
ബി ആണ് പട്ടം താണുപിള്ള ടി എം വർഗീസ് സി കേശവൻ കേട്ടോ. പട്ടം താണുപിള്ള ടി എം വർഗീസ് സി കേശവനാണ്. 22 മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉപദേശിച്ച ആധുനിക കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാം? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉപദേശിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. 23 19-ാം നൂറ്റാണ്ടിൽ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം ഏതാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം ഏതാ? ഓപ്ഷൻ സി ആണ്, കൊല്ലൂരാട്ടോ. ഏതാ? കൊല്ലൂരാണ്. 24-ാമത്തെ ചോദ്യം 1923 കാക്കിനഡ കോൺഗ്രസിൽ പങ്കെടുത്തിട്ട് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? 1923 കാക്കിനഡ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് ഗാന്ധിജിയുടെ പിന്തുണ നേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ്, ടി കെ മാധവനാണ്. 25-ാമത്തെ ചോദ്യം ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ ബി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 26 കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ആരാണ്? കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ സി ആണ്, ആഗമാനന്ദ സ്വാമികളാണ്. 27 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, എ കെ ഗോപാലനാണ്. 28 സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന ജില്ല ഏതാണ്? സ്ത്രീകളുടെ നേതൃത്വത്തിൽ തോൽവിറക് സമരം നടന്ന ജില്ല ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ് ജില്ലയിലാണ്. ഇനി 29-ാമത്തെ ചോദ്യം വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗി ആട്ടോ. ഓപ്ഷൻ സി, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 30 മാറുമറക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാ? മാറുമറക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം ഏതാ? ചാന്നാർ ലഹള അല്ലെ? ഓപ്ഷൻ ബി ആണ്, ചാന്നാർ ലഹളയാണ്. 31 തത്വപ്രകാശിക ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരാം? തത്വപ്രകാശിക ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ ഡി ആണ്, വാഗ്ഭടാനന്ദനാണ്. 32 ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാം? ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാ? ഓപ്ഷൻ സി ആണ്, മഹാത്മാഗാന്ധിയാണ്. 33-ാമത്തെ ചോദ്യം വിദ്യാധിരാജൻ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാം? സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികളാണ്. 34 സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാം? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ്, വക്കം മൗലവി ആട്ടോ. ഓപ്ഷൻ ബി, വക്കം മൗലവിയാണ്. 35 കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാണ്? കുമാരനാശാന്റെ ജന്മസ്ഥലം എവിടെയാ? ഓപ്ഷൻ എ ആണ്, കായിക്കരയാണ്. 36 ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായിക്കൊണ്ട് നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം ഏതാണ്? ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായിക്കൊണ്ട് നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭം ഏതാ? ഓപ്ഷൻ എ ആണ്, നിവർത്തന പ്രക്ഷോഭം. 37 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാം? 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാ? ഓപ്ഷൻ എ ആണ്, എ കെ ഗോപാലൻ. 38 ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ആരാം? ആത്മവിദ്യാസംഘത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ സി ആണ്, വാഗ്ഭടാനന്ദനാണ്. 39 വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് ആരാം? വിവേകോദയം എന്ന പ്രസിദ്ധീകരണം പ്രസാദനം ചെയ്തത് ആരാ? ഓപ്ഷൻ ഡി ആണ്, കുമാരനാശാന്. 40-ാമത്തെ ചോദ്യം വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക ഏതാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന മാസിക ഏതാ? ഓപ്ഷൻ സി ആണ്, അൽ ഇസ്ലാം. 41 ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമി എന്ന പദ്യം രചിച്ചതാരാം? ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, പണ്ഡിറ്റ് കറുപ്പനാണ്. 42-ാമത്തെ ചോദ്യം കുമാരനാശാനെ
വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യ നിരൂപകനാരാ? കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച സാഹിത്യകാരൻ ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ജോസഫ് മുണ്ടശ്ശേരിയാണ്. 43 കേരളത്തിലെ ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്ന് 1932 നടത്തിയ പ്രക്ഷോഭം ഏതാണ്? കേരളത്തിലെ ഈഴവര്, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ എന്നിവർ ചേർന്നിട്ട് 1932 നടത്തിയ പ്രക്ഷോഭം ഏതാണ്? ഓപ്ഷൻ സി ആണ് നിവർത്തന പ്രക്ഷോഭം. 44 മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി ഏതാ? മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാ? ഓപ്ഷൻ എ ആണ് കുമാരനാശാന്റേതാണ്. 45 സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഇനി താഴെ പറയുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ശ്രീനാരായണ ഗുരുവിന്റെ രചന അല്ലാത്തത് ഏതാ? ആത്മോപദേശ ശതകം, നിർവൃതി പഞ്ചകം, ദർശനമാല ഇതൊക്കെ ആരുതാ? ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. വേദാധികാര നിരൂപണം ആരുടേതല്ല? ഗുരുവിന്റെ കൃതിയല്ല. 47 വിദ്യാപോഷിണി എന്ന സഭ സ്ഥാപിച്ചതാരാണ്? വിദ്യാപോഷിണി എന്ന സഭ സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി കേട്ടോ. വിദ്യാപോഷിണി എന്ന സഭ സ്ഥാപിച്ചതാരാ? അയ്യങ്കാളിയാണ്. ഇനി 48ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം ഏതാ? ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം ഏതാ? ഓപ്ഷൻ ബി ആണ് പന്മനയാട്ടോ. എവിടെ? പന്മനയാണ്. 49 നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചുകൊണ്ടാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചിട്ടാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ്. ഇനി നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? നമ്പൂതിരി സമുദായത്തിലെ ഇളയ സന്താനങ്ങളായ എല്ലാ പുരുഷന്മാർക്കും നിയമപരമായ വിവാഹം ആവശ്യപ്പെട്ട പ്രസ്ഥാനം ഏതാ? ഓപ്ഷൻ ബി ആണ് യോഗക്ഷേമ സഭയാണ്. 51 വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം ഏതാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസിദ്ധീകരിച്ച പത്രം ഏതാ? ഓപ്ഷൻ ഡി ആണ് അൽ ഇസ്ലാമാണ്. ഇനി ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ്. അവരുടെ പേരെന്താണ്? ഇന്ത്യയിൽ ഒരു നിയമസഭയുടെ തുടക്കത്തിൽ തന്നെ ഒരു വനിതയെ അംഗമായിക്കൊണ്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തത് കൊച്ചി നിയമസഭയിലാണ്. അവരുടെ പേര് എന്താ? ഓപ്ഷൻ എ ആണ് തോട്ടക്കാട്ട് മാധവി അമ്മ. ഇനി 53 ചണ്ടാലഭിഷുകി ആരുടെ രചനയാണ്? ചണ്ടാലഭിഷുകി ആരുടെ രചനയാണ്? ഓപ്ഷൻ എ ആണ് കുമാരനാശാന്റെ രചനയാണ് ഇത് ചണ്ടാലഭിഷുകി. ഇനി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാ? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് സ്വാമി വിവേകാനന്ദനാണ്. കേരളത്തില് ഇസ്ലാമിക നവോത്ഥാനം നയിച്ചതാരാ? കേരളത്തില് ഇസ്ലാമിക നവോത്ഥാനം നയിച്ചത് ആരാ? ഓപ്ഷൻ ഡി ആണ് വക്കം മൗലവിയാണ്. ഇനി സംഘടിച്ച് ശക്തരാവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ആഹ്വാനം ചെയ്തതാരാം? സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും ആഹ്വാനം ചെയ്തത് ഓപ്ഷൻ എ ആണ് ശ്രീനാരായണ ഗുരുവാണ്. ഇനി സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാരാം? സർവ വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ ബി ആണ് ചട്ടമ്പി സ്വാമികളാണ്. ഇനി ഊരട്ടമ്പലം ലേള, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവാരാം? ഊരട്ടമ്പലം ലേള, കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാം? ഓപ്ഷൻ ബി ആണ് അയ്യങ്കാളിയാണ്. ഇനി മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരെന്താ? മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര് എന്താ? ഓപ്ഷൻ എ ആണ് ചാന്നാർ ലഹളയാണ്. ഇനി SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാ? SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാ? കുമാരനാശാനാണ്. ഇനി വൈക്കം വീരർ എന്നറിയപ്പെടുന്ന ആരാ? വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് EV രാമസ്വാമി നായിക്കരാണ്. ഇനി ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തിൽ സമരസേനാനി AG വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ്?
അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പോരാട്ടത്തില് സമരസേനാനി AG വേലായുധൻ രക്തസാക്ഷിയായത് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ AG വേലായുധൻ ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാ? ഓപ്ഷൻ B ആണ്, പാലിയം സത്യാഗ്രഹമാണ്. ഇനി ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാ? ഗാന്ധിജിയുടെ പ്രേരണയാല് വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആരാ? ഓപ്ഷൻ D ആണ്, ആചാര്യ വിനോബ ഭാവെയാണ്. ഇനി അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച സമ്മേളനം ഏതാ? അയിത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായിട്ട് അംഗീകരിച്ച സമ്മേളനം ഏതാ? ഓപ്ഷൻ A ആണ്, കാക്കിനഡ സമ്മേളനമാണ്. ഇനി ജാതി സംബന്ധമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതാരാം? ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വരാജ് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാ? ഓപ്ഷൻ A ആണ്, K കേളപ്പൻ കേട്ടോ. ആരാ? K കേളപ്പനാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവര് ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹങ്ങൾ? തന്നിരിക്കുന്നതില് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കൽപ്പാത്തി ശുചീന്ദ്രം സത്യാഗ്രഹം? എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഓപ്ഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഓപ്ഷൻ A ആണ്, അയിത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് കൽപ്പാത്തി സമരം എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാം? ഓപ്ഷൻ D ആണ്, ഓപ്ഷൻ C ആണ്, വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ചോദിച്ചാൽ ആരാ? വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാ? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാ? ഓപ്ഷൻ D ആണ്, സഹോദരൻ അയ്യപ്പനാണ്. ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ഏതാ? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് ഏതാ? ഓപ്ഷൻ D ആണ്, 1924 മാർച്ച് 30-നാണ്. ഇനി ദൈവദശകം എന്ന ഗ്രന്ഥം രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ദൈവദശകം എന്ന ഗ്രന്ഥം രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ B ആണ്, ശ്രീനാരായണ ഗുരുവാണ്. ഇനി പയ്യന്നൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? പയ്യന്നൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? പയ്യന്നൂർ സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാ? ഓപ്ഷൻ B ആണ്, K കേളപ്പൻ കേട്ടോ. ആരാ? K കേളപ്പനാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാം? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാ? ഓപ്ഷൻ C ആണ്, ഡോക്ടർ പൽപു. സഹോദര പ്രസ്ഥാനം ആരംഭിച്ചതാരാം? സഹോദര പ്രസ്ഥാനം ആരംഭിച്ചത് ഓപ്ഷൻ D ആണ്, K അയ്യപ്പനാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഓപ്ഷൻ A ആണ്, 1931-ലാണ്. ഇനി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഏതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം ഏതാ? ഓപ്ഷൻ D ആണ്, 1910-ലാണ്. ഇനി മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരാണ്? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ C, ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇനി 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിന് എതിരെയായ? ഓപ്ഷൻ B ആണ്, അയിത്തത്തിനെതിരെയായിരുന്നു. ഇനി സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാ? സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ? ഓപ്ഷൻ B ആണ്, അയ്യാ വൈകുണ്ഠരാട്ടോ. ആരാ? അയ്യാ വൈകുണ്ഠരാണ്. ഓപ്ഷൻ B അയ്യാ വൈകുണ്ഠർ. ഇനി വെളുത്തേരി കേശവൻ വൈദ്യർ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു? വെളുത്തേരി കേശവൻ വൈദ്യര് ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു? ഓപ്ഷൻ A ആണ്, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ഇനി വേദാധികാര നിരൂപണം എന്ന കൃതി എഴുതിയതാരാ? വേദാധികാര നിരൂപണം എന്ന കൃതി എഴുതിയതാരാ? ചട്ടമ്പി സ്വാമികളാണ്. ഇനി 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിന്നാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിന്നാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? എവിടുന്ന? ഓപ്ഷൻ C ആണ്, നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ഇനി വിദ്യാധിരാജ എന്നറിയപ്പെടുന്ന നമ്മൾ പറഞ്ഞു ആരായിരുന്നു? ചട്ടമ്പി സ്വാമികളാണ്. അന്തർജന സമാജങ്ങൾ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയതാരാണ്?
അന്തർജന സമാജങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകിയത് ആരാ? ഓപ്ഷൻ ഡി ആണ്, ആര്യപള്ളമാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാ? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ഏതാ? ഓപ്ഷൻ സി ആണ്, 1936 നവംബർ 12-നാണ്. ഇനി അദ്വൈത ദീപിക രചിച്ചതാരാ? അദ്വൈത ദീപിക രചിച്ചത് ആരാ? ഓപ്ഷൻ ബി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. ഇനി ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാ? ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാ? ഓപ്ഷൻ എ ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇനി ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരാ? ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചതാരാ? പണ്ഡിറ്റ് കറുപ്പ് ജാതിക്കുമ്മി രചിച്ചതാരാ? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതാരാ? ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയലിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഓപ്ഷൻ സി ആണ്, സി വി രാമൻ പിള്ളയാണ്. ഇനി ബാരിസ്റ്റർ ജി പി പിള്ള ഏത് പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്നു? ബാരിസ്റ്റർ ജി പി പിള്ള ഏത് പ്രക്ഷോഭത്തിന്റെ നേതാവായിരുന്നു? ഓപ്ഷൻ സി ആണ്, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതാരായിരുന്നു? ബാരിസ്റ്റർ ജി പി പിള്ളയാണ്. ഇനി ഭാരത കേസരി എന്നറിയപ്പെടുന്നതാരാണ്? ഭാരത് കേസരി എന്നറിയപ്പെടുന്നതാരാ? മന്നത്ത് പത്മനാഭനാണ്. ഭാരത് കേസരി എന്നറിയപ്പെടുന്ന ആരാ? മന്നത്ത് പത്മനാഭനാണ്. ഇനി താഴെ പറയുന്നവയിൽ ആരാണ് മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്നത്? തന്നിരിക്കുന്നതിൽ ആരാണ് മുത്തുക്കുട്ടി എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, അയ്യ വൈകുണ്ഠരാണ്. ഇനി ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന് പ്രമാണവാക്യമുണ്ടായിരുന്ന പ്രസിദ്ധീകരണം ഏതാ? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ എന്ന പ്രമാണവാക്യമുണ്ടായിരുന്ന പ്രസിദ്ധീകരണം ഏതാ? ഓപ്ഷൻ ഡി ആണ്, അഭിനവ കേരളമാണ്. ഇനി അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാ? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം ഏതാ? ഓപ്ഷൻ സി ആണ്, 1888-ലാണ്. ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാ? ആലുവയിൽ ഓട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി ആരാ? ഓപ്ഷൻ ഡി ആണ്, കുമാരനാശാനാണ്. ഇനി പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചതാരാ? പ്രത്യക്ഷ രക്ഷ ദൈവസഭ സ്ഥാപിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ്, പൊയ്കയിൽ യോഹന്നാനാണ്, അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു? സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപൻ ആരായിരുന്നു? സി പി ഗോവിന്ദപിള്ളയാണ്. ഇനി മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാ? മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഓപ്ഷൻ ബി ആണ്, സഹോദരൻ അയ്യപ്പനാണ്. ഇനി മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏതാണ്? മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട വേദി എവിടെയായിരുന്നു? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരായിരുന്നു. ഇനി 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ച നവോത്ഥാന നായകൻ ആരാം? 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ടി കെ മാധവനാണ്. അവസാനത്തെ ചോദ്യം, ദർശനമാല എന്ന കൃതി രചിച്ചതാരാം? ദർശനമാല എന്ന കൃതി രചിച്ചത് ആരാ? ഓപ്ഷൻ സി ആണ്, ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ 100 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി ബാക്കി വരുന്ന ഏകദേശം 600 ക്വസ്റ്റ്യൻസ്, അതായത് 6 സെറ്റ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചാനലിൽ വരും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ.